റേഷ്യോ എന്നുള്ള സാധനം. ഈ ചാർട്ട് നമ്മൾ എവറി മന്ത് പ്രിപ്പയർ ചെയ്ത് വെക്കണം. പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. ഞാൻ നേരത്തെ പറഞ്ഞു P1, P2, P3 ഈ 3 ടേമിൽ നമ്മളുടെ അക്കൗണ്ടന്റിനെ വിളിച്ചിരുത്തിയിട്ട് ഇത് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ബിസിനസ് ഓണർ, അതായത് ബിസിനസ് ഓണറിന്റെ പണിയാണ് ആ കമ്പനി റൺ ചെയ്യുക എന്നുള്ളത്. ആ കമ്പനി റൺ ചെയ്തില്ലെങ്കിൽ എംപ്ലോയിന് പറഞ്ഞ ജോലി കിട്ടും. ഈ ബിസിനസ് ഓണറിന് ആ ബിസിനസ് റൺ ചെയ്തേ പറ്റും. സോ അപ്പോൾ അയാൾ എന്ത് ചെയ്യുക, അയാൾ ബിസിനസ് പിടിക്കാൻ വേണ്ടി നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബിസിനസ് പിടിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. പക്ഷേ അയാൾ സെയിൽസിന്റെ ആൾക്കാരെ വെച്ച് സെയിൽസിന് മോണിറ്റർ ചെയ്യുക എന്നുള്ള ആദ്യത്തെ പണി. രണ്ടാമത് അവരെ സപ്പോർട്ട് ചെയ്ത് സെയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അല്ല ഇയാൾ ബാഗ് തൂക്കിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. നമ്മൾ ചെയ്യാനുള്ളത് നമ്മളുടെ മന്തിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ 10 ദിവസം P1, അടുത്ത 10 ദിവസം P2, അതിൻ്റെ അടുത്ത 10 ദിവസം P3 ആയിട്ട് തിരിക്കുക. അതിൽ ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ മാസം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ വരിക എന്നുള്ളതിന് നമ്മൾ പ്ലാൻ ചെയ്യുക. വർക്കിംഗ് ക്യാപിറ്റലിലുള്ള രണ്ടാമത്തേതാണ് ലുക്കൗട്ട് റേഷ്യോ. ലുക്കൗട്ട് റേഷ്യോയിൽ നമ്മൾ ക്രെഡിറ്റും ഡെബിറ്റും, അതായത് നമുക്ക് വരാനുള്ള ഫണ്ട്, നമുക്ക് പോകാനുള്ള ഫണ്ട് നമ്മൾ ആദ്യം എഴുതി ചാർട്ട് ഔട്ട് ചെയ്യുക, എഴുതി ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അത് മസ്റ്റാണ്. ഇത് വിട്ടാൽ പോയി, പിന്നെ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, സോ ഇത് രണ്ടാമത്തെ കാര്യം. ഇനി പിന്നെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് വർക്കിംഗ് ക്യാപിറ്റൽ, 2 ലുക്കൗട്ട് റേഷ്യോ. മൂന്നാമത് ഞാൻ പറയുന്നതാണ് എസ്റ്റിമേറ്റഡ് ക്യാഷ് ബഡ്ജറ്റ്. ഓക്കെ, എസ്റ്റിമേറ്റഡ് ക്യാഷ് ബഡ്ജറ്റ്, അതായത് നമുക്ക് ക്യാഷ് ആയിട്ട് ഇപ്പം നമുക്ക് ഇൻവോയ്സുകൾ കാണും. നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻവോയ്സ് നമ്പർ 1 നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ മാസം 2000 ദിനാർ. ഇൻവോയ്സ് നമ്പർ 2 നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 1000 ദിനാർ. ഇൻവോയ്സ് നമ്പർ 3 നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അതായത് എക്സ്പെക്ട് 350 ദിനാർ. സോ ഇങ്ങനെ നമ്മളൊരു എമൗണ്ട് എഴുതി വെച്ചിരിക്കും. സോ അതിൽ ഈ ഇൻവോയ്സ് 2000 ഇൻവോയ്സിന്റെ 2000 നമുക്ക് അവിടെ വരണമെന്നില്ല. ദാറ്റ് മീൻസ് നമ്മളെ പ്രോഗ്രസീവ് വർക്കായിരിക്കും. ഇൻവോയ്സിന്റെ വാല്യൂ ആയിരിക്കും 2000 ദിനാർ. അതിൽ ഈ മാസം ഈ കസ്റ്റമർ തരാൻ പോകുന്നത് എത്രയാണ്? 350 ദിനാർ ആയിരിക്കും. ഓക്കെ, നമ്മൾ ചെയ്ത വർക്ക് അത്രയും ഉള്ളതായിരിക്കും. അപ്പോൾ സോ ആ ഇൻവോയ്സിന്റെ വാല്യൂവിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ട് അത് എനിക്ക് വരേണ്ട ബഡ്ജറ്റ് എന്ന് വിചാരിക്കും. എസ്റ്റിമേറ്റഡ് എന്ന് വെച്ചാൽ എനിക്ക് ഈ മാസം കൃത്യമായിട്ട് ഇത്ര എമൗണ്ട് വരണം. അകൃത്യം ആ ഒരു എസ്റ്റിമേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ മാസം ഇത്രയും എസ്റ്റിമേഷൻ എനിക്കുണ്ട്. സോ എനിക്ക് മാർക്കറ്റിൽ 20,000 ദിനാർ അല്ലെങ്കിൽ 50,000 ദിനാർ കിട്ടാൻ കിടക്കും. പക്ഷെ 50,000 ദിനാർ ഈ മാസം വരുമോ? വരത്തില്ല. കറക്റ്റ് എസ്റ്റിമേഷൻ ക്യാഷ് ബഡ്ജറ്റ് ഉണ്ടാക്കി അതിൽ ഈ മാസം എത്ര വരുമെന്നുള്ളതിനെ കറക്റ്റായിട്ട് ഫിൽട്ടർ ചെയ്ത് എഴുതി ഉണ്ടാക്കണം. ഓക്കെ, അതാണ് എസ്റ്റിമേറ്റഡ് ക്യാഷ് ബഡ്ജറ്റ്. അത് ഇൻവോയ്സ് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇത് മൂന്നാമത്തെ കാര്യം. ഓക്കെ, നാലാമത്തെ കാര്യം എസ്റ്റിമേറ്റഡ് സെയിൽസ് ബഡ്ജറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡ് ക്യാഷ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന ആ ഒരു സംഭവത്തിനാണ് എസ്റ്റിമേറ്റഡ് ക്യാഷ്. എസ്റ്റിമേറ്റഡ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വരുന്ന എവിടെ നിന്നാണ്? സെയിൽസ് നിന്നാണ്. അപ്പൊ നമ്മൾ ഈ മാസം ചെയ്യാനുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്യണം. ആ ടാർഗറ്റ് എന്ന് പറയുന്നത് 5000 ദിനാർ ആയിരിക്കും. ഓക്കെ, 5000 ദിനാർ എന്ന് വെച്ചോളൂ ടാർഗറ്റ്. സോ ഈ എസ്റ്റിമേറ്റഡ് സെയിൽസ് ബഡ്ജറ്റിനെ നമ്മൾ ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് ഈ എസ്റ്റിമേറ്റഡ് സെയിൽസ് ഈ ഓരോ P1, P2ലും അച്ചീവ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, P1, P2, P3യിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടാർഗറ്റ് അച്ചീവ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അച്ചീവ് ആയിട്ടില്ലെങ്കിൽ എന്താണ് പ്രോബ്ലം? ആ പ്രോബ്ലം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കണം. ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ബിസിനസ് സ്ട്രഗ്ലിംഗ് ആവും, ബിസിനസ് ലോസിൽ പോകും. സോ നമ്മൾ ചെയ്യാനുള്ളത് ഈ 4 കാര്യങ്ങളാണ്. ഒന്ന്, വർക്കിംഗ് ക്യാപിറ്റൽ സ്റ്റേറ്റ്മെന്റ് റെഡിയാക്കി വെക്കണം. അതായത് നമ്മുടെ ഒരു ടോട്ടൽ ലിസ്റ്റ്. അതിൽ നിന്ന് ലുക്കൗട്ട് റേഷ്യോ എന്ന സാധനം, അതായത് നമുക്ക് വരേണ്ടതും പോണതും വരുന്നതും ചെലവാകുന്നതും. മൂന്നാമത് ക്യാഷ്, എത്ര ക്യാഷാണ് നമ്മുടെ അക്കൗണ്ടിൽ ഈ മാസം എസ്റ്റിമേറ്റഡ് കറക്റ്റായിട്ട് വരുമെന്നുള്ളതിന് ഒരു ലിസ്റ്റ് എടുത്ത് വെക്കണം. നാലാമത്തത് ഈ മാസത്തെ സെയിൽസ് ടാർഗറ്റ് ഉണ്ടാക്കി അത് ഓരോ P1, P2, P3യിൽ അച്ചീവ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് 4 കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ബിസിനസ് സക്സസ് ആവത്തുള്ളൂ. അല്ലാത്ത ബിസിനസ് എല്ലാം സ്ട്രഗ്ലിങ്ങിലായിരിക്കും. അവർക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല എങ്ങോട്ടാണ് എൻ്റെ ബിസിനസ് പോകുന്നത്. ഈ മാസം ചിലപ്പം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ച് പറക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്യും. അടുത്ത മാസം ആകുമ്പോൾ അത് വീണ്ടും കുഴയും. പിന്നെ നമ്മൾ മൊത്തത്തിൽ എല്ലാവരും മുമ്പിൽ നാണം കെടും. അല്ലേ, നമുക്ക് കൊടുക്കേണ്ട ആൾക്കാരുടെ മുമ്പിൽ നാണം കെടും. നമ്മളെ വരേണ്ട ആൾക്കാർ നമുക്ക് ഫണ്ട് തരത്തില്ല. നമ്മൾ ടയേർഡായി പോകും. നമ്മൾ ഈ ഒരു കാര്യങ്ങളുടെ ബാക്കിൽ നടക്കുമ്പോൾ നമുക്ക് സെയിൽ നോക്കാൻ പറ്റത്തില്ല.
നമ്മളെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് ലിസ്റ്റ് ചെയ്ത് കറക്റ്റ് പീരിയോഡിക്സിൽ നമ്മളിത് ചെക്ക് ചെയ്ത്